നമ്മൾ ഇന്ന് തലശ്ശേരി കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. രാവിലെ തന്നെ കായൽ തീരത്ത് പോയി നല്ല വലിപ്പമുള്ള കുറച്ച് കല്ലുമ്മക്കായ് മേടിച്ചു. തലശ്ശേരി ഭാഗത്തൊക്കെ കൂടുതലായി കിട്ടുന്ന ഈ സാധനത്തിന് പൊതുവെ വലിയ ഡിമാൻഡാണുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായ് ഒരു ചെമ്പിൽ വെച്ച് ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കാം. വേവിച്ച കല്ലുമ്മക്കായ് വൃത്തിയാക്കുന്നതാണ് അടുത്ത പരിപാടി. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നാര് പോലെയുള്ള ഭാഗം കത്രികയോ കത്തിയോ ഉപയോഗിച്ച് എടുത്തു കളയണം. വെള്ളത്തിലുള്ള ആൽഗെ കഴിച്ച് വളരുന്ന ഈ കല്ലുമ്മക്കായ് നല്ലതുപോലെ വേവിച്ച് കഴിച്ചില്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 3 സവാള, 3 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, മല്ലിയില, പുതിനയില എന്നിവ എടുത്തു വെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവറിനേക്കാളും ഇതിന് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഈ സവാള നമുക്ക് കോരി മാറ്റണം. ഇനി മുറിച്ച് വെച്ച തക്കാളി ഇതേ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പലതരത്തിലുള്ള കക്കയിറച്ചി ഉണ്ടെങ്കിലും കല്ലുമ്മക്കായ്ക്ക് എപ്പോഴും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയാണ്. തലശ്ശേരിയിൽ പൊതുവെ കല്ലുമ്മക്കായ് പൊരിച്ചതാണ് ഒരുപാടുള്ളത്. കല്ലുമ്മക്കായ് ബിരിയാണിക്കാണെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഡബിൾ റേറ്റും ഉണ്ട്. ഇനി നമുക്ക് തക്കാളി നല്ലപോലെ വേവിച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് മല്ലിയിലയും പുതിനയിലയും ഇതിന് മസ്റ്റ് തന്നെയാണ്. ഇതൂടെ ചേർത്ത് അതും ഒന്ന് വാടി വരുമ്പോൾ വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ചധികം കുരുമുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ പുഴുങ്ങി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ് ചേർത്ത് കൊടുക്കാം. കല്ലുമ്മക്കായ് പുഴുങ്ങിയെടുത്ത വെള്ളം അഥവാ സ്റ്റോക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് വൃത്തിയാക്കി വെക്കണം. കല്ലുമ്മക്കായുടെ എല്ലാ ഒതൻറ്റിക് ടേസ്റ്റും അടങ്ങിയിരിക്കുന്നത് ഈ സ്റ്റോക്കിൽ തന്നെ ആയതുകൊണ്ട് മസാലയിൽ ചേർക്കുന്നതും റൈസ് വേവിച്ചെടുക്കുന്നതും ഇതേ സ്റ്റോക്കിൽ തന്നെയാണ്. ഇനി ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കണം. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് റോ സ്പൈസസ് ഇട്ട് കൊടുക്കാം. മുൻപ് പറഞ്ഞ പോലെ ഞാൻ ഇതിൽ ചേർക്കുന്നത് കല്ലുമ്മക്കായുടെ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ തന്നെ അരി വേവുമ്പോൾ ബിരിയാണിക്ക് മൊത്തത്തിൽ കല്ലുമ്മക്കായുടെ മണവും രുചിയും ഉണ്ടാവും. സ്റ്റോക്കിന് ഉപ്പുള്ളതിനാൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിള വരുമ്പോൾ റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. അരി ഒരു 80% വേവാകുമ്പോൾ മാറ്റിയിട്ട് ദം ചെയ്യണം. ആദ്യ ലെയറിൽ റൈസ് ചേർത്തിട്ട് അതിൻ്റെ മേലെ കല്ലുമ്മക്കായ് മസാല ചേർക്കാം. 2 ലെയർ അങ്ങനെ തന്നെ ചെയ്യണം. ഏറ്റവും മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർക്കണം. ശേഷം ഒരു പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് ദം ചെയ്തിട്ട് ചെമ്പ് തുറക്കുമ്പോൾ തന്നെ കല്ലുമ്മക്കായുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് തലശ്ശേരി സ്റ്റൈലിൽ തന്നെ കുറച്ച് ചമ്മന്തിയും പപ്പടവും സലാഡും അച്ചാറും ചേർത്ത് സെർവ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണേ.